എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ജെറാനസ് കിച്ചണിൽ ഞാൻ എടുത്തിരിക്കുന്ന റെസിപ്പി ഒരു സ്വീറ്റ് ഡിഷാണ്. ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഒരു സ്വീറ്റ് ഡിഷ് വെച്ച് തന്നെ തുടങ്ങാം. ഇത് ഗോവൻ പെറാഡ് അല്ലെങ്കിൽ ഗോവൻ ചീസ് എന്നറിയപ്പെടുന്ന ഒരു ഡിഷാണ്. ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഇത് ശരിക്കും ഗോവയിലൊക്കെ ഉള്ളൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ക്രിസ്മസ് ടൈമിലൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അത് പേരയ്ക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായിട്ട് നമുക്ക് നല്ല പഴുത്ത പേരയ്ക്ക തന്നെ വേണം. ഇത് ഒരു 4 മുറിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ വരുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരു 1/2 കപ്പ് വെള്ളം ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒന്ന് സ്റ്റീം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതിയാവും. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് വേവിച്ചതിൽ കുറച്ച് വെള്ളം ബാക്കി കാണും. അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. കട്ടിയാണെന്ന് അരിപ്പയിലൂടെ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ വെള്ളം ഒരല്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കട്ടിയായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പൾപ്പ് എത്ര ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കിത് ഒരു സ്റ്റാൻഡേർഡ് കപ്പിന് 1 കപ്പ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ 1 കപ്പിന് 1 കപ്പ് പഞ്ചസാര ഈക്വൽ എമൗണ്ടിൽ എടുക്കണം പഞ്ചസാര. പഞ്ചസാരയുടെ കൂടെ തന്നെ നമുക്കിതിനകത്ത് ഒരു 1/2 നാരങ്ങയുടെ നീര് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് മതിയാവും. അതിൻ്റെ കൂടെ ഒരല്പം ഒരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഞാനിതിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുകയാണ്. തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഫുഡ് കളർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ വീഡിയോയിൽ കുറച്ച് അട്രാക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു കളർ കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇത് ഇനി റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിത് കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അതിങ്ങനെ നമുക്ക് കയ്യിലൊന്നും സ്റ്റിക്കി ആവാതെ വെള്ളത്തിൽ അലിഞ്ഞു പോവാതെ ഒക്കെ ഒരു റൗണ്ട് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരും. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഒരു നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ഞാനിത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടൊരു പാത്രം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ നല്ല റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ മാറ്റി കൊടുത്താലും മതി. അപ്പോൾ നല്ല ഒരു ക്യൂബ് പീസസ് ആയിട്ടൊക്കെ മുറിച്ചെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഇത് ഫ്ലാറ്റ് പീസായിട്ടേ കിട്ടുള്ളൂ. അത്രയും വലിപ്പത്തിലുള്ള പാത്രത്തിലാണ് ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രാത്രിയിലാണിത് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും തണുത്തിരിക്കും. ഏകദേശം 5-6 മണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റായി വരും. അപ്പോൾ ഇതിപ്പം മുറിച്ചെടുക്കാൻ ടൈം ആയിട്ടുണ്ട്. 6 മണിക്കൂർ 7 മണിക്കൂർ ആയിട്ടുണ്ട്. സുഖമായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സ്വീറ്റ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് വെറൈറ്റിയാണിത്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പേരയ്ക്ക നമുക്ക് സുലഭമായി കിട്ടുന്നൊരു ഫ്രൂട്ടാണ്. അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് റാനാസ് കിച്ചൺ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി പുതിയൊരു വെറൈറ്റി ഡിഷുമായിട്ട് കാണാം അടുത്തൊരു വീഡിയോയിൽ. സോ താങ്ക് യു. ബൈ ബൈ.